അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. പോർച്ചുഗലിലെ മദീര ദ്വീപിലെ അതിദരിദ്ര കുടുംബം. മുഴുകുടിയനായ അച്ഛനും 3 മക്കളെ പോറ്റാൻ വീട്ടുവേലയ്ക്ക് പോകുന്ന അമ്മയും. ഇനി ഒരു കുഞ്ഞിനെ കൂടി പോറ്റാൻ കഴിയില്ലെന്ന ചിന്തയിൽ ഗർഭിണിയായ ആ അമ്മ സ്വന്തം ചോരയെ കൊല്ലാൻ പല വഴികളും നോക്കി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 1985 ഫെബ്രുവരി 5 ആ കുഞ്ഞു പിറന്നപ്പോൾ ലോകം സാക്ഷിയായത് ഒരു ഇതിഹാസത്തിന്റെ പിറവിക്ക് കൂടിയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ദോ സാന്തോസ് അവേരിയോ, അതെ, CR7 എന്ന ഇതിഹാസത്തിന്റെ പിറവി. പോഷകാഹാരക്കുറവ് മൂലം മെലിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞ് ചങ്ങാതിമാർ അവനെ കളിയാക്കി. വിശന്നു വലഞ്ഞ് അടുത്തുള്ള കടകളിൽ ഭക്ഷണത്തിനായി അവൻ യാചിച്ചു. കളിപ്പാട്ടങ്ങളോ ക്രിസ്മസ് സമ്മാനങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല. അതെ, അത്രമാത്രം ദാരിദ്ര്യമായിരുന്നു എന്റെ ബാല്യകാലമെന്ന് റൊണാൾഡോ തന്നെ പിന്നീട് വെളിപ്പെടുത്തി. പക്ഷേ 8ാം വയസ്സിൽ അമേച്ചർ ടീമായ അന്റോറിയനയ്ക്ക് വേണ്ടി തട്ടിത്തുടങ്ങിയ പന്ത് പിന്നീട് ഒരു ലോകം തന്നെ കീഴടക്കി. ചരിത്രങ്ങൾ ഏറെ സൃഷ്ടിച്ചു. 15ാം വയസ്സിൽ വിധി വീണ്ടും അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. റേസിംഗ് ഹാർട്ട് എന്ന രോഗം പിടികൂടി. പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ആ പയ്യൻ സർജറിക്ക് ശേഷം വീണ്ടും കളത്തിലിറങ്ങി. 12.24 ദശലക്ഷത്തിന് മാഞ്ചസ്റ്ററിലേക്ക് പന്ത് തട്ടാനെത്തുമ്പോൾ ജോർജി ബെസ്റ്റും ഡേവിഡ് ബെക്കാമും എല്ലാം അണിഞ്ഞ 7ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് CR7 കളിയിൽ ചരിത്രം എഴുതി തുടങ്ങി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോൾ നേടിയ താരം, 5 തവണ ബാലൻ ഡിയോർ, 4 തവണ UEFA പ്ലെയർ ഓഫ് ദി ഇയർ, 2 തവണ ഫിഫ ദി ബെസ്റ്റ്, 2 തവണ ഗോൾഡൻ ബൂട്ട്, അങ്ങനെ എത്രയോ പുരസ്കാരങ്ങൾ. അതിവേഗതയും വെടിയുണ്ട കണക്കെ പവർഫുൾ ഷോട്ടുകളും ആകാശത്തേക്ക് ഉയർന്നു ചാടിയുള്ള ഹെഡറുകളും ഒന്നും അയാൾക്ക് കൈമോശം വന്നിട്ടില്ല. ഇനിയും അയാൾ ഉയർത്തെഴുന്നേൽക്കും. കാരണം അയാൾ പൊരുതി ജയിച്ചവനാണ്, വിധിയെപ്പോലും തോൽപ്പിച്ചവനാണ്, വേദനകളിൽ കാൽപന്തിൽ സന്തോഷം കണ്ടെത്തിയവനാണ്. Don't wait for inspirations. Be an inspiration yourself. Don't wait for a turn. Make a turn for yourself. Cristiano Ronaldo.